ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 22ാം അധ്യായം പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ 16 പോയിന്റ് റിപ്പോർട്ട് എന്താണെന്നാണ് ചർച്ച ചെയ്യുന്നത്. 16 പോയിന്റ് റിപ്പോർട്ട് പൂരിപ്പിക്കുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ഏതെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. പോളിംഗ് ദിനത്തിൽ പോളിംഗിനെ സംബന്ധിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകന് നൽകുന്ന റിപ്പോർട്ടാണ് 16 പോയിന്റ് റിപ്പോർട്ട് അഥവാ അഡീഷണൽ റിപ്പോർട്ട് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഇത് 16 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ്. ഭൂരിഭാഗവും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ പോളിംഗ് ബൂത്തിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നിവ സംബന്ധിച്ചാണ് ഈ ചോദ്യങ്ങളിൽ ഏറെയും. പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ 16 പോയിന്റ് റിപ്പോർട്ട്, അതിന്റെ ആദ്യ 8 ചോദ്യങ്ങളാണ് മോണിറ്ററിൽ കാണുന്നത്. ഒന്നാമത്തെ ചോദ്യം പോളിംഗ് ബൂത്തിനെ കുറിച്ചാണ്. നിങ്ങൾ നിയോഗിക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷന്റെ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. 2, 3, 4 സെൻട്രൽ പോലീസ് ഫോഴ്സിനെയോ മൈക്രോ ഒബ്സർവറെയോ വീഡിയോഗ്രാഫറെയോ നിയമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് യെസ് ബാർ നോ എന്നുള്ളതിന് പ്രതീകമായി Y/N എന്ന ഉത്തരമാണ് നൽകേണ്ടത്. 5ാമത്തെ ചോദ്യം പോളിംഗ് ബൂത്തിൽ ആകെ അസൈൻ ചെയ്ത വോട്ടർമാരുടെ എണ്ണമാണ്. മാർക്ക്ഡ് കോപ്പിയിലെ സമ്മറി അബ്സ്ട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള ആകെ വോട്ടർമാരുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. 6ാമത്തെ ചോദ്യം എത്ര പേരാണ് പോളിംഗ് ദിനത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇത് 17C ഫോറത്തില് 6ാം കോളത്തിൽ നൽകിയതും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ 11ാം കോളത്തിൽ നൽകിയതുമായി തുലനം ചെയ്യുന്നതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 7ാമത്തെ ചോദ്യം വോട്ടിംഗ് ശതമാനത്തെ കുറിച്ചാണ്. 8ാമത്തേത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പോളിംഗ് ബൂത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെ ആണ് രേഖപ്പെടുത്തേണ്ടത്. നോട്ട ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 9ാമത്തെ ചോദ്യം പോളിംഗ് അവസാനിക്കുമ്പോൾ എത്ര ഏജന്റുമാർ ബൂത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എത്ര പേരുണ്ടായിരുന്നു എന്നത് അവിടെ രേഖപ്പെടുത്തുക. 10ാമത്തെ ചോദ്യം ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എപ്പിക് ഉപയോഗിക്കാതെ മറ്റ് തിരിച്ചറിയൽ രേഖയുമായി വോട്ട് ചെയ്തവരുടെ എണ്ണമാണ്. അത് 10ാമത്തെ കോളത്തിന് നേരെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. 11ാമത്തെ ചോദ്യം മോക്ക് പോൾ നടക്കുന്ന സമയത്ത് ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 12ാമത്തെ ചോദ്യം മോക്ക് പോൾ കഴിഞ്ഞ് കൺട്രോൾ യൂണിറ്റ് ക്ലിയർ ചെയ്തു എന്നുള്ളതും. 13ാമത്തെ ചോദ്യം മോക്ക് പോളിന് ശേഷം മെഷീൻ ക്ലോസ് ചെയ്ത് കൃത്യമായി സീൽ ചെയ്യുകയും അത് പോളിംഗ് ഏജന്റുമാരുടെ മുന്നിൽ വെച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. 14ാമത്തെ ചോദ്യം 17C ഫോറത്തിന്റെ പകർപ്പ് പോളിംഗ് ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതുമാണ്. ഈ 11 മുതൽ 14 വരെയുള്ള 4 ചോദ്യങ്ങൾക്കും Y അല്ലെങ്കിൽ N എന്ന ഉത്തരമാണ് നൽകേണ്ടത്. 15ാമത്തെ ചോദ്യം 6 മണിക്ക് വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് എത്ര പേർക്ക് ടോക്കൺ നൽകി അഥവാ ക്യൂവിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് രേഖപ്പെടുത്തുവാനാണ്. 16ാമത്തെ ചോദ്യം പോളിംഗ് ബൂത്തിൽ പോളിംഗ് സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒബ്സർവറോട് അറിയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് Y അല്ലെങ്കിൽ N എന്ന മറുപടിയാണ് നൽകേണ്ടത്.
വൈ ആണ് ഉത്തരമെങ്കിൽ ഈ റിപ്പോർട്ടിനൊപ്പം ആ നടന്ന സംഭവത്തെ സംബന്ധിച്ച സംക്ഷിപ്ത റിപ്പോർട്ട് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ 16 പോയിന്റ് റിപ്പോർട്ട് സൂക്ഷിക്കുന്നതിന് പ്രിന്റ് ചെയ്ത ഒരു കവർ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്ലെയിൻ വെള്ള കവറിൽ 2/7 എന്ന് മാർക്ക് ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് അഡീഷണൽ റിപ്പോർട്ട് എന്ന് ടൈറ്റിലും നൽകി പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങൾ എഴുതി ചേർത്ത് അതിനകത്ത് ഈ റിപ്പോർട്ട് ഫോം പൂരിപ്പിച്ച് വെക്കുകയാണ് വേണ്ടത്. ഈ 2/7 എന്ന ചെറിയ കവർ സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി പേപ്പേഴ്സ് എന്ന് പറയുന്ന വലിയ കവറിൽ 2/1 എന്ന് രേഖപ്പെടുത്തിയ വലിയ കവറിൽ മറ്റ് കവറുകൾക്കൊപ്പം സൂക്ഷിക്കേണ്ടതാണ്. ഈ അഡീഷണൽ റിപ്പോർട്ട് അല്ലെങ്കിൽ 16 പോയിന്റ് റിപ്പോർട്ട് തിരികെ ഏൽപ്പിക്കുന്നത് സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി പേപ്പേഴ്സ് എന്ന വലിയ കവറിനകത്ത് വെച്ചാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 22-ാം അധ്യായത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ അഡീഷണൽ റിപ്പോർട്ട് അഥവാ 16 പോയിന്റ് റിപ്പോർട്ട് എങ്ങനെ പൂരിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോയുടെ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ 94 470 42 602 94470 42602. പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന് വേണ്ടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.